ഇപ്പോൾ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ക്രിപ്റ്റോണൈറ്റ് ഉൽക്കയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ലെക്സ് ലൂഥറിനെയാണ് കാണിക്കുന്നത്. ശരിക്കും ആ ഉൽക്ക ഭൂമിയിലെത്തുവാൻ 7 ദിവസത്തോളം എടുക്കും. ആ ഉൽക്ക ഭൂമിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് അതിനെ നശിപ്പിച്ച് കളയാൻ നമ്മുടെ മൊട്ട ലെക്സ് ലൂഥർ കുറേ മിസൈലുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. മാത്രമല്ല സൂപ്പർ ഹീറോസിൻ്റെ സഹായമില്ലാതെ ആ ഉൽക്കയെ നശിപ്പിച്ച് ഭൂമിയെ രക്ഷിക്കാൻ പോകുന്നതിൽ ലെക്സ് ലൂഥറിന് ചെറിയൊരു അഭിമാനവും വലിയ അഹങ്കാരവും തോന്നുന്നുമുണ്ട്. പക്ഷേ ഇതേ ലെക്സ് ലൂഥർ കുറച്ച് നേരത്തിന് ശേഷം ടി വിയിലെ ഒരു ന്യൂസ് ചാനലിൽ വന്ന് ആ ഉൽക്കയെപ്പറ്റി പറഞ്ഞിട്ട് അതിനെ തടയുവാനായി സൂപ്പർമാൻ്റെ സഹായം തനിക്ക് ആവശ്യമാണെന്നും തനിക്ക് സൂപ്പർമാനോട് സംസാരിക്കണമെന്നും പറയുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ബാറ്റ് കേവിലിരുന്ന് കണ്ട സൂപ്പർമാൻ ആ തെണ്ടി ലെക്സ് ലൂഥറിൻ്റെ അടുത്ത് പോകണോ വേണ്ടയോ എന്ന് ബാറ്റ്മാൻ്റെ കൂടെ ഇരുന്ന് ആലോചിച്ചിട്ട് കുറച്ച് നേരത്തിന് ശേഷം താൻ പോയി ആ ലെക്സ് ലൂഥറിനോട് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ബാറ്റ്മാനോട് ബൈയും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് ഇപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് ആ ലെക്സ് ലൂഥറും അവൻ്റെ കുറച്ച് ബോഡി ഗാർഡ്സും വരികയാണ്. അപ്പോൾ തന്നെ അങ്ങോട്ട് സൂപ്പർമാനും വരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് നമ്മുടെ സൂപ്പർമാന് വയ്യാതെയാകുന്നു. അപ്പോൾ തന്നെ സൂപ്പർമാനെ ഈ ലെക്സ് ലൂഥർ എന്തോ പണി ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതും അതെന്താണെന്ന് അറിയുവാൻ ലെക്സ് ലൂഥറിൻ്റെ കഴുത്തിന് പിടിച്ച് സൂപ്പർമാൻ ചോദിച്ചപ്പോൾ തന്നെ അവിടെ ലെക്സ് ലൂഥറിൻ്റെ ബോഡി ഗാർഡ് മുന്നോട്ട് വന്ന് അവൻ്റെ ഷർട്ട് ഊരി മാറ്റിയതും ബോഡി ഗാർഡിൻ്റെ നെഞ്ചിൽ പച്ച നിറത്തിൽ എന്തോ തിളങ്ങുന്നത് സൂപ്പർമാൻ കാണുന്നു. അപ്പോൾ തന്നെ ഈ ബോഡി ഗാർഡ് മെറ്റലോയ് എന്ന സൂപ്പർ വില്ലനാണെന്നും അവൻ്റെ ദേഹത്തുള്ളത് ക്രിപ്റ്റോണൈറ്റ് ആണെന്നും സൂപ്പർമാനെ മനസ്സിലാകുകയാണ്. മാത്രമല്ല തനിക്കിട്ട് പണി തരുവാൻ വേണ്ടിയാണ് ഈ തെണ്ടി ലെക്സ് ലൂഥർ തന്നെ വിളിച്ചു വരുത്തിയതെന്നും സൂപ്പർമാൻ ഒന്നുകൂടെ മനസ്സിലാകുന്നു. അപ്പോൾ തന്നെ സൂപ്പർമാൻ ലെക്സ് ലൂഥറിനെ താഴെ ഇട്ടിട്ട് ആ മെറ്റലോയെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഇതേ സമയം ലെക്സ് ലൂഥർ വേഗം അവിടുന്ന് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ സൂപ്പർമാൻ എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് മെറ്റലോയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല മെറ്റലോയുടെ കയ്യിൽ നിന്നും സൂപ്പർമാനിട്ട് നല്ലതുപോലെ അടി കിട്ടുന്നുമുണ്ട്. ശരിക്കും മെറ്റലോയുടെ അടുത്ത് ആ ക്രിപ്റ്റോണൈറ്റ് ഉള്ളതുകൊണ്ടാണ് സൂപ്പർമാന് മെറ്റലോയെ തോൽപ്പിക്കാൻ സാധിക്കാത്തത്. മാത്രമല്ല ഇപ്പോൾ സൂപ്പർമാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് മെറ്റലോയുടെ മുന്നിലുള്ളതും. പക്ഷേ ഇപ്പോൾ അവിടെ ഈ സൂപ്പർമാനെ രക്ഷിക്കുവാനായി ഒരു സാധാരണ മനുഷ്യൻ അവിടെ വരികയാണ്. അത് മറ്റാരുമല്ല നമ്മുടെ ബാറ്റ്മാനാണ്. എന്നിട്ട് ബാറ്റ്മാൻ എങ്ങനെയൊക്കെയോ ആ മെറ്റലോയുടെ കയ്യിൽ നിന്നും സൂപ്പർമാനെ രക്ഷിച്ച് ബാറ്റ് കേവിൽ എത്തിക്കുന്നു. അങ്ങനെ കുറേ നേരത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നീട് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ ബാറ്റ് കേവിലിരിക്കുന്ന സൂപ്പർമാനും ബാറ്റ്മാനും ആ ലെക്സ് ലൂഥർ ഇപ്പോൾ ന്യൂസ് ചാനലിൽ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ലെക്സ് ലൂഥറിൻ്റെ ബോഡി ഗാർഡായ മെറ്റലോ കുറച്ച് മുമ്പ് മരണപ്പെട്ടു. പുള്ളിക്കാരനെ കൊന്നത് സൂപ്പർമാൻ ആണെന്നും പറഞ്ഞ് നേരത്തെ സൂപ്പർമാൻ തന്നെയും മെറ്റലോയും ആക്രമിക്കുന്ന വീഡിയോ ക്ലിപ്പ് മാത്രമായി ഇപ്പോൾ ഉള്ള ന്യൂസ് ചാനലിൽ മുഴുവൻ ലെക്സ് ലൂഥർ കാണിക്കുകയാണ്. മാത്രമല്ല സൂപ്പർമാൻ്റെ ശരീരത്തിന് ദോഷകരമായ ക്രിപ്റ്റോണൈറ്റ് പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥയും ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ആ ക്രിപ്റ്റോണൈറ്റ് ഉൽക്കയിൽ നിന്നുമുള്ള റേഡിയേഷൻ സൂപ്പർമാൻ്റെ മൈൻഡിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും അവൻ അപകടകാരിയാണെന്നും പച്ച മലയാളത്തിൽ പറഞ്ഞ സൂപ്പർമാന് ഭ്രാന്താണെന്നും അതുകൊണ്ടാണ് ഒരു കാരണവുമില്ലാതെ തന്നെയും മെറ്റലോയും സൂപ്പർമാൻ ആക്രമിച്ചതെന്നും സൂപ്പർമാൻ്റെ ഈ അവസ്ഥ നമുക്കെല്ലാവർക്കും അപകടമാണെന്നും അതുകൊണ്ട് ഈ സൂപ്പർമാനെ ജീവനോടെ അല്ലാതെ പിടിക്കുന്നവർക്ക് $1 ബില്യൺ താൻ നൽകുമെന്നും ലെക്സ് ലൂഥർ എല്ലാവരോടും പറയുന്നു. ഇപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ സൂപ്പർമാനും ബാറ്റ്മാനും ഞെട്ടിപ്പോവുകയാണ്.